ശബരിമല മണ്ഡലകാല ഒരുക്കങ്ങളിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. 53 ലക്ഷം തീർത്ഥാടകർ വരുന്നിടത്ത് 1000 ശുചിമുറികൾ കൊണ്ട് എന്ത് കാര്യം എന്നാണ് കോടതി ചോദിച്ചത്. മേൽശാന്തിമാർക്കൊപ്പം എത്തുന്ന സഹായികളുടെ വിവരങ്ങൾ നൽകാൻ ദേവസ്വം ബോർഡിന് കോടതി സാവകാശം നൽകി. ശബരിമലയിൽ രാസകുങ്കുമം വിൽക്കാൻ അനുവദിക്കണമെന്ന ഹർജി രൂക്ഷ വിമർശനത്തോടെ കോടതി തള്ളി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, അടുത്ത മണ്ഡല മകരവിളക്ക് സീസൺ ആരംഭിക്കാനിരിക്കുന്നു. ആ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഇടപെടൽ നടത്തി കോടതി. വിവരങ്ങൾ. അനുജ, മണ്ഡലകാല ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിക്ക് മുമ്പാകെ വന്നത്. ആ ഘട്ടത്തിലാണ് ഹൈക്കോടതി ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ദേവസ്വം ബോർഡിന് മുമ്പാകെ വെച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശുചിമുറികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. 53 ലക്ഷത്തോളം വരുന്ന ഭക്തരാണ് ശബരിമലയിൽ ഓരോ വർഷവും എത്തുന്നത്. അവർക്ക് വേണ്ടി അവിടെ ഉള്ളത് 1044 ശുചിമുറികളാണ്. ഇതുകൊണ്ട് എന്ത് കാര്യം എന്ന് കോടതി ചോദിച്ചു. പ്രതിദിനം 70,000-ഓളം വരുന്ന ആളുകൾ, 1 ലക്ഷത്തോളം വരുന്ന ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. 70,000 പേർ വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നുണ്ട്. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനാകില്ല എങ്കിൽ ഈ വിർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗിന്റെ എണ്ണം അത് 70,000-ൽ നിന്ന് കുറയ്ക്കേണ്ടി വരും എന്ന് കോടതി ഓർമ്മിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. മറ്റൊരു വിഷയം ഈ മേൽശാന്തിമാരുടെ സഹായികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് മേൽശാന്തിമാരുടെ ഒപ്പം എത്തുന്ന 20 പേരുടെ പേരുവിവരങ്ങൾ നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ദേവസ്വം ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. എന്നാൽ അതിൽ കുറച്ചുകൂടി സാവകാശം വേണം. ചില തീരുമാനങ്ങൾ ദേവസ്വം ബോർഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൈക്കൊള്ളും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് കുറച്ചുകൂടി സാവകാശം കോടതിയോട് ചോദിച്ചത്. 10 ദിവസത്തെ സാവകാശം കോടതി അനുവദിക്കുകയും ചെയ്തു. ഒന്ന്, കുങ്കുമവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സന്നിധാനത്തും പരിസരത്തുമൊക്കെ ഈ രാസ എലമെന്റുള്ള കുങ്കുമം വിൽക്കുന്നത് ഹൈക്കോടതി തടഞ്ഞത്. ഇത് ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തിയത്. അതിരൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഹർജിക്കാരനെതിരെ ഉണ്ടായിരുന്നു. വീട്ടിലുള്ള ഭാര്യയുടെയും മക്കളുടെയും ദേഹത്ത് ഈ കുങ്കുമം തേച്ചാൽ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാകുമെന്നായിരുന്നു കോടതി ചൂണ്ടിക്കാണിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ മാലിന്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു നിലപാട് ഞങ്ങൾ എടുത്തത്. അതിൽ നിന്ന് പിന്നോട്ട് പോകാനില്ല എന്നും കോടതി ഹൈക്കോടതി വ്യക്തമാക്കി. കുങ്കുമത്തിൽ രാസവസ്തുക്കൾ ഇല്ല എന്നുള്ളത് തെളിയിച്ചാൽ ഞങ്ങൾ അതിന് അനുവാദം നൽകാം എന്നുള്ളതാണ് ഇന്നിപ്പോൾ കോടതി ഈ വിഷയത്തിൽ വ്യക്തമാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.